പിന്നെ അയാൾ എങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ള വഴിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. പിടിക്കപ്പെടുമെന്ന് ഉറപ്പാണ്, റിസ്ക്കും കൂടുതലാണ്. അന്ന് ആ ദിവസം വന്നെത്തി. ഇതിനും വലിയ മണ്ടനെ ഞാൻ കണ്ടിട്ടില്ല എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ട്. ഒരു കഥ പറയട്ടെ, ഒരു ഷൂ വില്ലനായ കഥ. ഒരു കോടീശ്വരൻ അല്ലെങ്കിൽ ഒരു NRI ലാവിഷായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്രതീക്ഷിതമായ ഒരു കോള് ഭാര്യ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. പക്ഷെ ഭാര്യ നാട്ടിലേക്ക് വരുന്ന പറയുമ്പോൾ പൊതുവിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ അവള് വന്നിട്ട് എന്റെ ലൈഫിന് എങ്ങനെയാവും എന്നുള്ള ടെൻഷനും കാണും. പക്ഷെ ഇയാൾക്ക് അതൊന്നുമല്ല ടെൻഷൻ. ഭാര്യ വരുന്നതിന് മുമ്പ് തന്റെ കടങ്ങൾ മൊത്തം തീർക്കണം. അവൾ അവിടെ കഷ്ടപ്പെടുന്ന പൈസ മൊത്തം ഞാനിവിടെ അടിച്ച് പൊളിച്ച് തീർത്തതിന്റെ ഒരു വിഷമം അയാൾക്കുണ്ട്. ചെറുതൊന്നുമല്ല പൊളിച്ച് തീർത്ത്, ലക്ഷക്കണക്കിന് രൂപ. പക്ഷെ അവള് വരുന്നതിന് മുമ്പ് എങ്ങനെ അത്രയും പൈസ ഉണ്ടാക്കും എന്നതിനെ കുറിച്ചല്ല അയാൾ ആലോചിച്ച് ടെൻഷനായി. പിന്നെ അയാൾ എങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ള വഴിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ പല ഗെയിമിംഗ് ആപ്പുകളും കാര്യങ്ങളൊക്കെ പലരും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊന്നും കാശ് കിട്ടില്ല. ഒന്നെങ്കിൽ കൊണ്ട് കളഞ്ഞ ആളായതുകൊണ്ടായിരിക്കാം ഈ ഒരു ബുദ്ധിയിലേക്ക് അയാൾ പോയത്. ഏതൊരു കള്ളന് ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പൈസ ഉണ്ടാക്കാൻ, ഏതെങ്കിലും വീട് കുത്തിപ്പൊളിക്കാം. പക്ഷെ ഇയാൾക്ക് വേണ്ട പൈസ ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്നത്ര തുകയല്ലായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ പൈസയ്ക്ക് വേണ്ടി എല്ലാവരും ചെന്ന് ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് ബാങ്ക്. ആ ബാങ്ക് തന്നെ കൊള്ളയടിച്ച് എങ്ങനെ ഉണ്ടാവും? അതൊരു കത്തി കാട്ടി പിടിക്കപ്പെടുമെന്ന് ഉറപ്പാണ്, റിസ്ക്കും കൂടുതലാണ്. പക്ഷെ ആ റിസ്ക് എടുത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ അയാൾ ചൂസ് ചെയ്യുന്ന ഫെഡറൽ ബാങ്ക് ആണ്. തലേദിവസം പോയി തന്റെ കാർഡിന് പ്രശ്നമുണ്ട്, എക്സ്പയർ ആയെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഒരു ഗംഭീര ഷോ. അയാള് അവിടുത്തെ കാര്യങ്ങൾ വീക്ഷിക്കാനും എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാനും വേണ്ടി അവിടെ ചെന്നു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. പിന്നെ എങ്ങനെ കൊള്ളയടിക്കണം എന്ന തയ്യാറെടുപ്പിലായി. അയാൾ അതിനുവേണ്ടി ഒരു പെരുന്നാളിന് പോയി ഒരു വണ്ടി നമ്പർ നോട്ട് ചെയ്തു. ആ വണ്ടി നമ്പർ തന്റെ വണ്ടിയിൽ വെച്ച് അങ്ങനെ വണ്ടി പോലീസ് പിടിക്കാതിരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ചെയ്തു. പിന്നെ അന്ന് ആ ദിവസം വന്നെത്തി. നേരെ ഡ്രസ്സും മാറ്റി ഒരു ഹെൽമെറ്റും ഒരു മങ്കി ക്യാപ്പും എടുത്ത് നേരെ ഒരു കത്തിയും കാണിച്ച് മാനേജറിനെ കുറിച്ച് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതിനും വലിയ മണ്ടനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു കത്തി കാണിച്ചപ്പോഴത്തേന് അയാൾ എനിക്ക് പൈസ ഇരിക്കുന്ന എവിടെയാന്ന് പറഞ്ഞു തന്നു. പക്ഷെ ഈ ഒരു കള്ളൻ അന്തസ്സുള്ളൊരു കള്ളനാണ്. കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് വേണ്ട 15 ലക്ഷം രൂപ മാത്രം എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി. അയാൾ ഈ മോഷണം നടത്തുന്നതിന് മുമ്പ് ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എവിടെയൊക്കെ ക്യാമറയുണ്ട്, എവിടെയൊക്കെ പെടും എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ 3 ജോഡി ഡ്രസ്സ് കരുതിയിട്ടുണ്ടായിരുന്നു. ആ 3 ജോഡി ഡ്രസ്സും ഓരോ ഇടവേളകളിലായിട്ട് മാറ്റി. അങ്ങനെ പിടിക്കപ്പെടില്ലെന്ന് ഉറപ്പായി. എന്നാലും ആ ടെൻഷൻ ഉണ്ടായിരുന്നു. 3 ദിവസം പോലീസിന് അന്വേഷിച്ച് കിട്ടാത്തതുകൊണ്ട് അയാളുടെ ഓവർ കോൺഫിഡൻസ് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾ പിടിക്കില്ലെന്ന് ഉറപ്പായ സമയത്ത് ഒരു കുടുംബസംഗമത്തിന് അയാൾ പങ്കെടുത്തുകൊണ്ടിരിക്കണം. അയാളുടെ ബന്ധുക്കളും കുടുംബവും ഭാര്യ എല്ലാം വന്നൊരു സമയം. അന്ന് ആ രാത്രി വിചാരിക്കാത്തൊരു അതിഥി അവിടെ വന്നെത്തി. കേരള പോലീസ്. പണി പാളിച്ച ആരുമല്ല. അയാൾ എല്ലാം മാറ്റാവുന്ന സമയത്ത് ഷൂ മാത്രം മാറ്റിയില്ല. ആ ഷൂ അവസാന ഒടുവിൽ അയാൾക്ക് വില്ലനായി. എല്ലാ ക്രൈമിലും പറയുന്ന പോലെ ഒരു കാര്യമുണ്ട്, ഏതൊരു തെറ്റ് ചെയ്താലും അതിൽ ഒരു തെളിവ് അവശേഷിപ്പിക്കുന്നു. ഇനി ഇതുപോലെ ഒരുപാട് വീഡിയോസുമായി പിന്നെ വരാം. ബൈ.